ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. കറക്ഷൻ മോഡിൽ തുടരുന്ന വിപണിക്ക് മാർച്ച് ആദ്യവാരം അല്പം ആശ്വാസം ലഭിച്ചെങ്കിലും ആ മൊമെന്റം നിലനിർത്താനായില്ല. ആഗോള അനിശ്ചിതാവസ്ഥകളും ടാരിഫ് തർക്കങ്ങളും തുടരുന്ന FII സെല്ലിങ്ങും ആഭ്യന്തര വിപണിയിൽ ബെയേഴ്സിന്റെ ആധിപത്യം കൂട്ടുകയാണ്. ഉടനീളം റേഞ്ച് ബൗണ്ട് പ്രകടനമാണ് മാർക്കറ്റ് പോയ വാരം കാഴ്ചവെച്ചത്. ഇതിനു പുറമെ IT സൂചിക ഒഫീഷ്യലി ബെയർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചതും വിപണിയുടെ വീഴ്ചയുടെ ആക്കം കൂട്ടി. സൂചിക അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നും 21% കറക്ഷനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതോടെ ഓഹരികളിലും വിൽപ്പനാ സമ്മർദ്ദം കനത്തു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ 0.5% നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റി 0.9% ഇടിവ് രേഖപ്പെടുത്തി. സൂചികകളിൽ ഏറ്റവും അധികം സമ്മർദ്ദം നേരിട്ടത് IT സൂചിക തന്നെയാണ്. ഇടിവ് 4.49%. 3.44% മീഡിയ സൂചിക വീണപ്പോൾ 2.5% PSU ബാങ്ക് സൂചികയും ഇടിഞ്ഞു. 2.25% ഇടിഞ്ഞ ഓട്ടോ സൂചികയിൽ ഓഹരികളും പ്രോഫിറ്റ് ടേക്കിംഗിന് സാക്ഷ്യം വഹിച്ചു. ബ്രോഡർ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ കനത്തതോടെ BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ 3.5% വരെയും ഇടിവ് നേരിട്ടു. ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ ഉണ്ടായ വ്യക്തതയില്ലായ്മ അമേരിക്കൻ സൂചികകളുടെ നടുവൊടിച്ചു. അനുമാനങ്ങൾക്കനുസൃതമായ CPI കോർ CPI ഡാറ്റകളായിരുന്നു വന്നതെങ്കിലും കാര്യമായ ചലനങ്ങൾ ഈ ഡാറ്റകൾക്ക് വിപണികളിൽ സൃഷ്ടിക്കാനായില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ആഴ്ചയുടെ അവസാനം ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി നിക്ഷേപകർ പിന്തുടർന്നതോടെ നാസ്ഡാക്ക് S&P 500 സൂചികകൾ നവംബർ 6-ന് ശേഷമുള്ള ഏറ്റവും മികച്ച സിംഗിൾ ഡേ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രതിവാര പ്രകടനം നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് സൂചിക 3.07% കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടപ്പോൾ നാസ്ഡാക്ക് 100 2.46% ഇടിവും S&P 500 2.27% ഇടിവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ട്രംപിന്റെ അവ്യക്തമായ നയങ്ങളും മാന്ദ്യ ഭീഷണിയും നേരിടുന്ന US-നെ അടുത്ത വാരം കാത്തിരിക്കുന്നത് FOMC യോഗ തീരുമാനങ്ങളാണ്. അതിനു മുന്നോടിയായി മാർച്ച് 17-ന് റീറ്റെയിൽ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും എത്തും. കൺസ്യൂമർ സ്പെൻഡിംഗിന്റെ ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ് ഈ ഡാറ്റ. ഒപ്പം US-ന്റെ പണപ്പെരുപ്പത്തിന്റെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്ററായും ഈ ഡാറ്റയെ വിപണി വിലയിരുത്താറുണ്ട്. മാന്ദ്യ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ നിക്ഷേപകർ സൂക്ഷ്മമായി നിരീക്ഷണത്തിന് വിധേയമാക്കും. മാർച്ച് 18-ന് ബിൽഡിംഗ് പെർമിറ്റ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് എന്നീ ഡാറ്റകളും വിപണിക്ക് ലഭ്യമാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ സമീപ ഭാവി വിലയിരുത്താൻ ഈ ഡാറ്റകൾ നിക്ഷേപകരെ സഹായിക്കും. മാർച്ച് 19-ന് FOMC യോഗ തീരുമാനങ്ങൾ അറിയാം. താരിഫ് നയങ്ങളിൽ വ്യക്തതയില്ലാതെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ ഒരു ഡയറക്ഷൻ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് മുൻപ് തന്നെ ഫെഡ് ചെയർമാൻ ജെറോം പവൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോസ് മോഡിലേക്കായിരിക്കും ഫെഡ് റിസർവ് നീങ്ങുക എന്നാണ് ഇപ്പോഴുള്ള അനുമാനം. ഒപ്പം ജെറോം പവലിന്റെ പ്രസ് കോൺഫറൻസും വിപണി ശ്രദ്ധ ആകർഷിക്കും. മാർച്ച് 20-ന് ഫെബ്രുവരിയിലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റകൾ കൂടി എത്തുന്നതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഗതി നിക്ഷേപകർക്ക് മുന്നിൽ വ്യക്തമാകും. അന്ന് തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. അമേരിക്കൻ സൂചികകളെ കമ്പയർ ചെയ്യുമ്പോൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ യൂറോപ്യൻ സൂചികകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുമാനങ്ങൾക്കനുസൃതമായ ഡാറ്റയായിരുന്നു ഇതിനു പിന്നിലെ പ്രധാന കാരണം. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് 0.1% നെഗറ്റീവ് ടോണിൽ അവസാനിച്ചപ്പോൾ FTSE 100 0.87% ഇടിവാണ് രേഖപ്പെടുത്തിയത്. CAC 40 ആകട്ടെ 1.73% നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. മാർച്ച് 19-ന് വരുന്ന CPI കോർ CPI ഡാറ്റകളാണ് അടുത്ത വാരം യൂറോപ്യൻ സൂചികകളെ കാത്തിരിക്കുന്നത്. കോർ CPI 2.6% തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 20-ന് വരുന്ന ധനനയ യോഗ തീരുമാനത്തിൽ തൽസ്ഥിതി തുടരുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. 4.5% നിലവിലെ പലിശ നിരക്ക്. ഒപ്പം അന്ന് തന്നെ വരുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ കണക്കുകളും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. ജർമ്മനിയുടെ PPI കണക്കുകളും അന്നേ ദിവസം തന്നെ പ്രസിദ്ധീകരിക്കും. പോയ വാരത്തിൽ ഉത്തേജക പദ്ധതികളുടെ പിൻബലത്തിൽ ഏഷ്യൻ സൂചികകൾ മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് ആണ് നടത്തിയത്. നിക്കേ 225 സൂചിക 0.87% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഷാങ്ഹായ് സൂചിക 1.39% മുന്നേറ്റമാണ് കുറിച്ചത്. മാർച്ച് 16-ന് വന്ന ചൈനയുടെ തൊഴിലില്ലായ്മ, വ്യാവസായിക ഉൽപാദന ഡാറ്റകളോടായിരിക്കും അടുത്ത വാരം ആദ്യം ചൈനീസ് വിപണികൾ റെസ്പോണ്ട് ചെയ്യുക. തുടർന്ന് മാർച്ച് 18-ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ ധനനയ യോഗ തീരുമാനങ്ങളും അറിയാൻ സാധിക്കും. നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഓഫ് ജപ്പാൻ തൽസ്ഥിതി തുടരാനായിരിക്കും സാധ്യത.
മാർച്ച് 19 പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം നിരക്കുകളും അറിയാൻ സാധിക്കും. ഏഷ്യൻ മേഖലയിലെ പ്രധാന സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങൾ തന്നെയായിരിക്കും അടുത്ത വാരം ഏഷ്യൻ സൂചികകളുടെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. ഇതിനോടൊപ്പം മാർച്ച് 20 വരുന്ന ജപ്പാന്റെ CPI, കാർ CPI ഡാറ്റകളും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റും. ബാങ്ക് ഓഫ് ജപ്പാന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് ഈ ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് വിലയിരുത്താം. വിവിധ സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങൾ തന്നെയാണ് അടുത്ത വാരം ആഗോള വിപണികളുടെ ഗതി നിർണ്ണയിക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.27% നേട്ടത്തിൽ ബാരലിന് $70.11 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.11% നേട്ടത്തിൽ ബാരലിന് $66.7 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇറാനിയൻ എണ്ണ കമ്പനികൾക്കും ഷിപ്പിംഗിനും മേലുള്ള US-ന്റെ പുതിയ ഉപരോധങ്ങൾ ഉണ്ടായതാണ് WTI ക്രൂഡിന്റെ വിലക്കയറ്റത്തിന് കാരണമായത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $61.27 തുടർന്ന് $68.67 അപ്സൈഡിലേക്ക് വരുമ്പോൾ $70.86 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $71.8 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $66.35 തുടർന്ന് $65.98 $65.38 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $67.55 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ $67.92 തുടർന്ന് $68.5 ലെവലുകളും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.5% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ട്രോയ് ഔൺസിന് $2,984.02 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വർണത്തിന്റെ വില എക്കാലത്തെയും ഉയർന്ന നിരക്കായ $3,004 എന്ന നില വരെ എത്തിയിരുന്നു. പിന്നീട് വീണ്ടും സൈക്കോളജിക്കൽ ലെവലായ $3,000 താഴെ ക്ലോസ് ചെയ്യുകയായിരുന്നു. യൂറോപ്യൻ കൗണ്ടർ താരിഫുകൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടിച്ചതിനെ തുടർന്നാണ് സ്വർണത്തിന്റെ ഡിമാൻഡിൽ മുന്നേറ്റമുണ്ടായത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $2,949.9 തുടർന്ന് $2,912.2 $3,007.5 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3,027.4 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.17% ഇടിവിൽ 86.92 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 87.09 എന്ന നിലയിലാണ് രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അടുത്ത ആഴ്ചയിലുള്ളത്. തുടർന്ന് 87.28 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 86.8 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. 86.7 എന്നുള്ളതും അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണായി ആക്ട് ചെയ്യും. 4 ദിവസം മാത്രമുണ്ടായിരുന്ന പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 5,729.68 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ 5,499.47 കോടിയുടെ നിക്ഷേപവും നടത്തി. പോയ വാരം മാർച്ച് 12 ഫെബ്രുവരിയിലെ CPI കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. ഭക്ഷ്യവില കുറഞ്ഞതോടെ 2025 ഫെബ്രുവരിയിൽ രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.61%. ജനുവരിയിൽ ഇത് 4.31%. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് പണപ്പെരുപ്പം RBIയുടെ മീഡിയം ടാർഗറ്റായ 4%-ത്തേക്കാൾ താഴെ എത്തുന്നത്. അന്നേ ദിവസം തന്നെ ജനുവരിയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും എത്തിയിരുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദനം ജനുവരിയിൽ 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5% റിപ്പോർട്ട് ചെയ്തു. ഡിസംബറിൽ 3.5% രേഖപ്പെടുത്തിയിരുന്നത്. നിർമ്മാണവും ഖനനവും വ്യാവസായിക വളർച്ചയെ പിന്തുണച്ചതായിരുന്നു കുതിപ്പിന് കാരണമായത്. വരുന്ന വാരം മാർച്ച് 17 ഫെബ്രുവരിയിലെ WPI ഇൻഫ്ലേഷൻ കണക്കുകൾ പുറത്തുവരും. ജനുവരിയിലെ 2.31% നിന്നും 2.36% ഉയരുമെന്നാണ് അനുമാനങ്ങൾ. അന്ന് തന്നെ WPI ഫുഡ് ഫ്യൂവൽ മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ ഡാറ്റയും എത്തും. ജനുവരിയിൽ രാജ്യത്തെ മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ 2.51%. മാർച്ച് 19 M3 മണി സപ്ലൈ കണക്കുകളും പ്രഖ്യാപിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ മാർച്ച് 21 റിപ്പോർട്ട് ചെയ്യും.
മാർച്ച് 7 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $15.26 ബില്യൺ ഉയർന്ന് $653.97 ബില്യൺ ടെക്നിക്കൽ സൈഡിൽ നിഫ്റ്റി വ്യാഴാഴ്ച നടത്തിയ ഗണ്യമായ റിക്കവറി നിലനിർത്താനാകാതെ 0.33% ഇടിവോടെയാണ് അവസാന സെഷൻ ക്ലോസ് ചെയ്തത്. സൂചിക നിലവിൽ 22,650-നും 22,250 എന്ന റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നാണ് കോട്ടക് സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റായ അമോൽ അഥവാല പറയുന്നത്. സൂചിക ഈ റേഞ്ചിന്റെ ഇരുവശത്തും ശക്തമായ ക്ലോസിംഗ് നൽകുന്നതുവരെ വരാനിരിക്കുന്ന സെഷനുകളിൽ ഒരു നോൺ ഡയറക്ഷണൽ മൂവ്മെന്റ് തുടർന്നേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് 22,650 ഒരു റെസിസ്റ്റൻസ് ആയും 22,250 സപ്പോർട്ട് ലെവലായും പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. മാർക്കറ്റ് റിവേഴ്സ് ചെയ്താൽ 22,800 മുതൽ 22,900 എന്ന റേഞ്ചിൽ നീങ്ങിയേക്കാമെന്നും, മറിച്ചാണെങ്കിൽ 22,100 മുതൽ 22,000 റേഞ്ച് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സൂചിക വരും ദിവസങ്ങളിൽ 22,700 മുതൽ 22,200 എന്ന റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തേക്കാമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. എങ്കിലും നിഫ്റ്റി നടത്തിയ പുൾ ബാക്ക് റാലി കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ 22,670 മുതൽ 22,700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 22,300 മുതൽ 22,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും ഒരു നെഗറ്റീവ് ബയസോടെ 0.01% എന്ന നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആഴ്ചയിലെ അവസാന ദിനം ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ അനലിസ്റ്റായ അൻഷുൽ ജെയിൻ പറയുന്നത്, മാർക്കറ്റിൽ ഷോർട്ട് കവറിംഗ് വർദ്ധിക്കണമെങ്കിൽ സൂചിക 48,300 മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണമെന്നും, അങ്ങനെ സംഭവിച്ചാൽ ഇൻഡെക്സ് 48,800 ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുമാണ്. മറിച്ച് സൂചിക 47,800 താഴേക്ക് നീങ്ങിയാൽ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കൺസോളിഡേഷൻ മോഡിൽ തുടരുന്ന വിപണിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ഡിസൈസീവ് മൂവ്മെന്റ് ഉണ്ടാകാത്തിടത്തോളം മാർക്കറ്റിൽ വോളറ്റിലിറ്റി തുടരും. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ ജാഗ്രതയോടെയുള്ള സമീപനമാണ് കൈക്കൊള്ളേണ്ടത്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.